ചില നടന്മാരുടെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ ഇവിടെ ഒടുക്കത്തെ ഹൈപ്പാണ്. അതിലേക്ക് നല്ലൊരു സംവിധായകനും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ പലപ്പോഴും ഈ ഒരു ഹൈപ്പിനനുസരിച്ച് സിനിമയുടെ നിലവാരം വരാറില്ല. ചില സമയങ്ങളിൽ ഇത് വലിയൊരു ഫ്ലോപ്പായും മാറാറുണ്ട്. അത്തരത്തിൽ വൻ ഹൈപ്പിൽ വന്ന് 8 നിലയിൽ പൊട്ടിയ സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇവിടെ സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ അനുസരിച്ചല്ല പറയുന്നത്. ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിരിക്കാം, പക്ഷേ കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറിയ പ്രേക്ഷകന് വലിയൊരു നിരാശയായിരിക്കും സിനിമ നൽകിയത്. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ റെഡിങ് സിറ്റിൽ എന്റെ വണ്ടി എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അത്തരത്തിലുള്ള സിനിമകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നേരെ വീഡിയോയിലോട്ട് പോകാം. സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ. 1990 മമ്മൂട്ടി നായകനായി വന്ന സാമ്രാജ്യം എന്ന സിനിമയുടെ 2ാം ഭാഗം ഇറങ്ങുന്നു. ഇതൊരു വൻ വാർത്ത തന്നെയായിരുന്നു അന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടിയുടെ ഒരു ഐക്കോണിക് സിനിമ തന്നെയാണ് സാമ്രാജ്യം. അതിലെ മമ്മൂട്ടിയുടെ ലുക്കും സ്വാഗും ആ ഒരു ക്യാരക്ടറൊക്കെ അടിപൊളിയാണ്. ആ ഒരു സിനിമ അവസാനിക്കുന്നത് മമ്മൂട്ടി മരിച്ചതിന് ശേഷം തൻ്റെ 10 വയസ്സുള്ള കുട്ടിയെ കാണിച്ചായിരുന്നു. അങ്ങനെ 2012 സാമ്രാജ്യം 2ൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ആരാണ് മമ്മൂട്ടിയുടെ മകൻ്റെ റോള് ചെയ്യുന്നത് എന്ന് അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. അന്ന് പലരും പൃഥ്വിരാജാണ്, ദുൽഖർ സൽമാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാനം വന്നത് ഉണ്ണിമുകുന്ദനായിരുന്നു. അന്ന് ഉണ്ണിമുകുന്ദൻ വെറും 1-2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലോ തമിഴിലെ പേര് കേട്ട ഡയറക്ടർ, വിജയിനെ വെച്ചും അജിത്തിനെ വെച്ചുമൊക്കെ സിനിമ ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ഡയറക്ടർ പേരരസു. അങ്ങനെ 2012 അനൗൺസ് ചെയ്ത സിനിമ 2015 പുറത്തിറങ്ങുന്നത്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് സിനിമ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പിന്നീട് കൂടുതൽ ആൾക്കാരും DVD-യിലൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടത്. സിനിമ കണ്ടവരെ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സെക്കൻഡ് പാർട്ട് എന്നാണ്. ഇപ്പോഴും ഉണ്ണിമുകുന്ദനെ ട്രോളാനൊക്കെ ഈ ഒരു സിനിമ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഈ ഒരു സിനിമ കിട്ടിയത് നല്ലൊരു അവസരം തന്നെയാണ്. കാസനോവ. മോഹൻലാലിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കാസനോവ. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം. ഗംഭീര ആർട്ട് വർക്കും മികച്ച പാട്ടുകളും ഉഗ്രം ഫ്രെയിമുകളും ഒക്കെ കൊണ്ട് സിനിമ സമ്പന്നമായിരുന്നു. പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിൽ ബാങ്കോക്ക്, മലേഷ്യ, ദുബായ് എന്നിവിടങ്ങളിലും. ഉദയനാണ് താരം, ഇവിടം സ്വർഗമാണ് എന്നീ സിനിമകൾക്ക് ശേഷം ലാലേട്ടനും റോഷൻ ആൻഡ്രൂസും ഒന്നിക്കുന്ന ചിത്രം. ഇങ്ങനെ 3 കൊല്ലത്തെ ഹൈപ്പിന് ശേഷം മലയാളികൾ അന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസിലൂടെയാണ് സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ഇതിലൊന്നും കാര്യമുണ്ടായില്ല. തിയേറ്ററിൽ പോയി സിനിമ കണ്ട പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞത്. ഇത്രയും ഹൈപ്പിൽ സിനിമ വന്ന് പൊട്ടിയതിനു ശേഷം പിന്നീട് റോഷൻ ആൻഡ്രൂസ് വളരെ സൂക്ഷിച്ചാണ് സിനിമകൾ ചെയ്തത്. പിന്നീട് റോഷൻ ആൻഡ്രൂസ് ചെയ്ത സിനിമകളാണ് മുംബൈ പോലീസ്, ഹവാൽദാരി എന്നിവയൊക്കെ. ഇതൊക്കെ വളരെ മികച്ച സിനിമകൾ തന്നെയാണ്. നമ്മൾ തോൽവിയിൽ നിന്ന് പഠിക്കുക എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ റോഷൻ ആൻഡ്രൂസ് ചെയ്തതും. പിന്നീട് വന്ന ഗ്രാൻഡ് മാസ്റ്റർ, റൺ ബേബി റൺ എന്നീ സിനിമയിലൂടെ ലാലേട്ടനും ഈ സിനിമയുടെ ക്ഷീണം മാറ്റി പൂർവാതീതം ശക്തമായി തന്നെ തിരിച്ചു വന്നു. എന്തൊക്കെയായാലും വൻ ഹൈപ്പിൽ വന്ന് പൊട്ടിയ സിനിമകളിൽ കാസനോവയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. ഒടിയൻ. ഏതൊരു മലയാളിക്കും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ച സിനിമയാണ് ഒടിയൻ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. 2018 ഒരു പുതുമുഖ സംവിധായകനായ ശ്രീകുമാർ മേനോൻ ലാലേട്ടനെ വെച്ചെടുത്ത ഒരു അട്ടർ ഫ്ലോപ്പ് സിനിമ തന്നെയായിരുന്നു ഒടിയൻ. ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടിയന് മുൻപും ശേഷവും ഇത്ര ഹൈപ്പുള്ള ഒരു മലയാള സിനിമ വന്നിട്ടേ ഇല്ല. 2018 ഒരു ക്രിസ്തുമസിന് മുമ്പായിട്ടായിരുന്നു ഒടിയൻ്റെ റിലീസ് ഉണ്ടായിരുന്നത്. പണ്ട് കാലങ്ങളിൽ മധ്യ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒടിയന്മാരുടെ കഥ പറയുന്ന ഈ സിനിമയിൽ ലാലേട്ടൻ്റെ വില്ലനായി വന്നത് പ്രകാശ് രാജായിരുന്നു. അതേപോലെ ഇതിലെ നായിക മഞ്ജു വാര്യറും. ഇതിൽ മോഹൻലാൽ 1-ലധികം വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ തടി കുറച്ചത് മുതൽ ലാലേട്ടൻ്റെ പുതിയ ലുക്ക് വരെ അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇത്രയും വലിയൊരു സിനിമ ഒരു പുതിയ സംവിധായകനെ കൊണ്ട് താങ്ങുമോ എന്ന് പലർക്കും സംശയമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു സംശയമില്ലായിരുന്നു. ഓസ്കാർ വരെ പ്രതീക്ഷിക്കുന്നുവെന്നും ലാലേട്ടൻ്റെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നൊക്കെ ശ്രീകുമാർ മേനോൻ വെച്ച് കാച്ചി. അന്നത്തെ കാലത്ത് ഈ 100 കോടി കളക്ഷനൊക്കെ വരുന്ന സമയമായിരുന്നു മലയാള സിനിമയിലോട്ട്. പക്ഷേ റിലീസിന് മുമ്പ് തന്നെ പ്രീ റിലീസിൽ തന്നെ 100 കോടി നേടിയെന്ന അവകാശവുമായി വന്ന ആദ്യ സിനിമയായിരുന്നു ഒടിയൻ. ഏതായാലും സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റുകൾ ഓൺലൈനായും അല്ലാതെയായും വിറ്റ് തീർന്നു. റിലീസിൻ്റെ അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജനങ്ങൾ തിയേറ്ററിലോട്ട് ഒഴുകിയെത്തി.
എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരുടെ റെസ്പോൺസ് നേരെ തിരിച്ചായിരുന്നു. സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമായി ഒടിയന് ഫുൾ നെഗറ്റീവ് റിവ്യൂകൾ മാത്രം. ലാലേട്ടനും ശ്രീകുമാർ മേനോനും ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഊക്കായിരുന്നു. ട്രോളന്മാർ അവരെയൊക്കെ ട്രോളി ഇല്ലാതാക്കി. എന്നാൽ ഇത്രക്കും നെഗറ്റീവ് കിട്ടിയതിന് ശേഷവും ജനങ്ങൾ തിയേറ്ററിലോട്ട് പോവുകയും ചിലവർക്കൊക്കെ ഒടിയൻ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ ഒടിയൻ വലിയൊരു വിജയമാണെങ്കിലും സിനിമ കണ്ട പ്രേക്ഷകന് വലിയൊരു നിരാശയാണ് ഒടിയൻ നൽകിയത്. പിന്നീട് ലാലേട്ടൻ ലൂസിഫറിലൂടെ ഒരു മികച്ച തിരിച്ചുവരവ് വരികയും ചെയ്തു. ഏതായാലും ശ്രീകുമാർ മേനോൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സിനിമയായിരുന്നു ഒടിയൻ. മാമാങ്കം. അല്ലെങ്കിലും ചരിത്ര സിനിമകൾ ചെയ്യാൻ മമ്മൂട്ടി കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ. അതിനുള്ള ഉദാഹരണങ്ങളാണ് പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ എന്നീ സിനിമകളൊക്കെ. ഇതിനെല്ലാം ശേഷം 2019 മമ്മൂട്ടി നായകനായി എം പത്മകുമാർ സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു മാമാങ്കം. മമ്മൂട്ടിയിലൂടെ ഇതേപോലുള്ള ഒരു സിനിമ കാലങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത്. ഒരുമാതിരി സീരിയൽ ടൈപ്പ് മേക്കിങ്ങും പിന്നെ ഫൈറ്റ് സീനൊന്നും പറയണ്ട. നമ്മൾ തെലുങ്ക് സിനിമയിലൊക്കെ കാണും പോലെ തൊട്ടാ പറക്കുന്ന ഫൈറ്റുകളാണ്. കുറെ പ്രേക്ഷകർ മാമാങ്കത്തിന്റെ റിയൽ സ്റ്റോറി കേട്ടിട്ടായിരുന്നു തിയേറ്ററിലോട്ട് പോയിരുന്നത്. വെള്ളുവനാടിലെ ചാവേറുകളായ പോരാളികളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ മമ്മൂക്ക നായകനും കൂടെ. പിന്നെ എന്ത് വേണം? ഒടുവിൽ മമ്മൂക്കയുടെ സ്വന്തം ആരാധകർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സിനിമയായി മാമാങ്കം. സത്യം പറഞ്ഞാൽ സിനിമയുടെ ഡയറക്ടർ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതൊന്നും എവിടെയും എത്താതെ ഒരു 8 നിലയിൽ പൊട്ടിയ സിനിമയായി മാറി. പക്ഷേ പിന്നീട് വന്ന ഷൈലോക്ക്, ഭീഷ്മപർവ എന്നീ സിനിമകളിലൂടെ മമ്മൂട്ടി വലിയൊരു തിരിച്ചുവരവ് വരികയും ചെയ്തു. ഇനി മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ്. ഏതായാലും മമ്മൂക്കയുടെ നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ആ സിനിമയിൽ പ്രതീക്ഷിക്കാം. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. നമ്മളെല്ലാവരും കേട്ടു വളർന്ന കോഴിക്കോട്ടെ സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും കഥ സിനിമയാവുന്നു. അതിലെ നായകൻ മോഹൻലാലും അത് സംവിധാനം ചെയ്യുന്നതു പ്രിയദർശനും. ഇതിനും വലിയൊരു ഹൈപ്പ് പിന്നെ എന്ത് വേണം? ഇതിനു മുമ്പ് ഇരുവരും കൂട്ടുചേർന്ന് ഉണ്ടാക്കിയ സിനിമകൾ മുഴുവനും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കാനുള്ള സിനിമകളാണ്. അങ്ങനെയുള്ള ഈ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന് കേട്ടതോടുകൂടി സിനിമാ പ്രേമികൾ മുഴുവൻ ഈ ഒരു സിനിമയെ ഉറ്റുനോക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ലൊക്കേഷനുകളിൽ നിന്ന് വരുന്ന കപ്പലിൻ്റെയും കടലിൻ്റെയും ഒക്കെ ഫോട്ടോകളും ഇതെല്ലാം വലിയൊരു ഹൈപ്പിൽ തന്നെയാണ് കൊണ്ടെത്തിച്ചത്. അവസാനം ട്രെയിലർ വന്നപ്പോൾ ട്രെയിലറും വലിയൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവസാനം റിലീസ് ഡേറ്റ് നീട്ടി അവസാനം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥ. സിനിമയിലെ പല ഇമോഷണൽ രംഗങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഡിസംബറിൽ മരക്കാറിൽ വന്ന ക്ഷീണം ലാലേട്ടൻ തൊട്ടടുത്ത മാസം ബ്രോഡാഡിയിലൂടെ തീർത്തു. പക്ഷേ അത് OTTയിലായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ലാലേട്ടന് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് ലാലേട്ടൻ്റെ വന്ന സിനിമകളായിരുന്നു ആറാട്ട്, 12th മാൻ, മോൺസ്റ്റർ, അലോൺ, മലൈക്കോട്ടെ വാലിബൻ എന്നിവയൊക്കെ. ഇതിനൊന്നിനും തന്നെ തിയേറ്ററിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ലാലേട്ടൻ്റെ പ്രതീക്ഷയുള്ള സിനിമകളാണ് ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ബറോസയും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ സിനിമയായ എമ്പുരാൻ 2യും. ഏതായാലും ഈ സിനിമകളിലൂടെയൊക്കെ മോഹൻലാലിൻ്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, ഇതൊക്കെയാണ് വൻ ഹൈപ്പിൽ വന്ന് പ്രേക്ഷകരെ നിരാശരാക്കിയ സിനിമകൾ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു ഫൺ മോഡിൽ എടുക്കുക. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വിജയപരാജയങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൽ പറഞ്ഞ പല സംവിധായകരും നായകന്മാരൊക്കെ വലിയ രീതിയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് അവരെ അളക്കാനുള്ള ഒരു അളവുകോലല്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.